ബോണ്ടൻവാലയിലേക്ക് പോകാം. ജെയ്സൺ ചാവളപ്പിലും ജെൻസി ജേക്കബും പാപ്പാമാർക്കൊപ്പം ആടി പാടുകയാണെന്ന് തോന്നുന്നു. ജെയ്സൺ, ഡാൻസ് തുടങ്ങിയോ? സുജിയ, ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അച്ഛൻ തിമിർത്താടുകയാണ്. നല്ല പാട്ട്, നല്ല സായാഹ്നം, അതിനൊപ്പം ആടും പാതിരിയും കുട്ടികളും ഗംഭീരമായിട്ട് നൃത്തം വെക്കാൻ നമുക്ക് പോലും സത്യത്തിൽ നൃത്തം ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിൽ ചില പരിമിതികൾ. അടിപൊളി ഡാൻസ് ആണ്. കുട്ടികൾക്കൊപ്പം ഇതാണ് ഒരു തൃശ്ശൂരിന്റെ മനസ്സ് എന്നതാണ് ഏറ്റവും പ്രധാനം. എന്ത് തോന്നണോ നമ്മൾ തൃശ്ശൂരത്തെ ഈ അഭ്യാസങ്ങള്? അച്ഛൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല, തകർക്കുവാണ് അല്ലേ? എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ഡാൻസ് കളിക്കാം, അച്ഛനോട് കളിക്കാം. അത് നമ്മളിപ്പോ അതിന്റെ ഇടയിൽ കയറി ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ സ്വല്പം കൂടെ മാറിയിരിക്കണത്. പക്ഷേ ഗംഭീരമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊതുവെ ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ട് ഏകദേശം 2 കിലോമീറ്ററാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ സ്വരാജ് റൗണ്ട് നിറയെ ചുവപ്പും വെളുപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിരിടുന്ന വലിയ മരങ്ങളും വടക്കുന്നാഥ ക്ഷേത്രം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാലാണ് ആ ഒരു ഭംഗി കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ശരി, നിങ്ങളുടെ വിവരണത്തെക്കാളും പാട്ടും ഡാൻസും ആണ് പ്രേക്ഷകർക്ക് കാണേണ്ടത്. PCR പ്ലീസ് മ്യൂട്ട് ആൻഡ് സ്വിച്ച് ഓവർ. ലൈറ്റ്സിന്റെ കൂടെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഏതെന്തോട്ടം കാണണ്ടേ? പിന്നെ കാണണം, അതിനാണ് പഴം പറിക്കണ്ട. അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു പഴം അല്ല, ഇപ്പൊ ഈ ശരിക്കും ഈ പാതിരിമാര് ഈ ഡാൻസ് ചെയ്യുന്നതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണ് ശരിക്കും? ആ പാട്ടിലേക്ക് ഡാൻസിലേക്ക് വന്ന് പോകുമോ? പ്രിയപ്പെട്ടവരെ, സമൂഹത്തിലെ ഗംഭീരമായിട്ട് ഡാൻസും ഇതൊക്കെ പൂർത്തിയാക്കിയിട്ട് അച്ഛൻ്റെ ഒപ്പമുള്ള ഡാൻസ് എങ്ങനെയുണ്ടായി? സ്വരാജ് റൗണ്ടിനകത്ത് വെച്ച് നിങ്ങൾ ഡാൻസ് ചെയ്തു, ആടും പാതിരിനൊപ്പം അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനു മുന്നേ ആടിയിട്ടുണ്ടോ ഉള്ളപ്പം പള്ളിയിലോ? അതെ. ക്ഷീണിച്ചോ? ഇല്ല. പിന്നെ നന്നായി കളിക്കണം അല്ലേ? അച്ഛൻ്റെ ഒപ്പം ഇതിനു മുന്നേ ഏത് പാട്ടൊക്കെ നിങ്ങൾ പാടിക്കുന്നത്, ഡാൻസ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ അച്ഛന്? അച്ഛൻ അവിടെ നിന്ന് പോകണ്ടെന്നറിയാം. അച്ഛാ, അച്ഛനെ എന്തായാലും ജെയ്സൺ ചേട്ടൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛന്റെ കൂടെ ഡാൻസ് കളിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. സത്യത്തിൽ അച്ഛൻ എന്തിട്ട് ഡാൻസ് ആദ്യം ഗംഭീര സത്യം. അതൊന്നും കുഴപ്പമില്ല, നമ്മള് കൂടിയിട്ടുണ്ടെന്ന് അച്ഛൻ ഗംഭീരാക്കണം. ഇത് ആദ്യത്തെ പാട്ട്. ഇനി ഇതിൽ എത്ര പാട്ടുകളുണ്ട്? അപ്പൊ അച്ഛന്റെ അടുത്ത ഡാൻസ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ടീമിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇവിടെ നൃത്തക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരെപ്പം നമുക്ക് ഓരോ പുതുമയുള്ള മാർക്കിടാനായിട്ട് ആടും പാതിരി 21ഓളം ഇടവകകളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. 107 ഇടവകകളിൽ നിന്നുള്ള പാപ്പമാർ ഇത് അണിനിരക്കുന്നു. 15,000-ഓളം ക്രിസ്മസ് പാപ്പമാരുണ്ട്. ആ കാഴ്ചകളാണ്. ഈ ക്രിസ്മസ് പാപ്പമാരെ കാണാനും അതൊക്കെ ഒന്ന് മൊബൈലിൽ പകർത്താനുമായി നിരവധി ആളുകളും വന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ മുഴുവൻ ഒരു ആഘോഷത്തിന്റെ നിറവിലാണ്. ബോൺ നത്താലെ അങ്ങനെ ഗംഭീരമായി പുരോഗമിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും എത്താം ഈ കാഴ്ചകളിലേക്ക്. അടുത്ത ഡാൻസിനായി അച്ഛൻ തയ്യാറെടുക്കുകയാണ്. ഏത് ഇടവകയിലേക്കാണോ എന്തോ അച്ഛൻ പോയിരിക്കുന്നത് എന്ന് വേണം നോക്കാൻ. എന്തായാലും അവിടെ അച്ഛന് വലിയ ഡിമാൻഡാണ്. അച്ഛനെ ഒരു ഇടവകക്കാരുടെ ഒപ്പമുള്ള ഡാൻസ് കഴിഞ്ഞതും അടുത്ത ഇടവക കൊണ്ടുപോയി എന്നാണ് തോന്നുന്നത്. 107 ഇടവകകളുണ്ട്. ആ ഇടവകകളിൽ നിന്ന് ഏത് ഇടവകയായിരിക്കും ഇത്തവണ ബോൺ നത്താലയിലെ മികച്ച പെർഫോമൻസ് ആയിട്ട് മാറുക എന്നറിയണം. ജെയ്സൺ, നേരത്തെ ഏദൻ തോട്ടം കാട്ടിത്തരാമെന്ന് പറഞ്ഞിരുന്നു. എവിടെ ഏദൻ തോട്ടം? വളരെ പോസിറ്റീവ് വൈബിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പോലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന, അത് ഡാൻസിലൂടെ ആണെങ്കിലും പാട്ടിലൂടെ ആണെങ്കിലും എഴുത്തിലൂടെ ഏത് രീതിയാലും ഏദൻ തോട്ടം പുറകെ ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നിലായിട്ടാണ്. പുറകെ ടാബ്ലോകളെല്ലാം വരുന്നുണ്ട്. അല്ല,
അത് അച്ഛനെ അഭിനന്ദിക്കുകയാണ് ഇവിടെ. അച്ഛനെ അഭിനന്ദിക്കുന്നതാണ് കേട്ടത്. അച്ഛൻ ഈ ഒരു അന്തരീക്ഷത്തിനുണ്ടാക്കുന്ന ഒരു പോസിറ്റിവിറ്റിയെ കുറിച്ചാണ് അവിടെ നിന്ന് അനൗൺസർ പറഞ്ഞത്. അത്തരത്തിലുള്ള വളരെ പോസിറ്റീവ്, നമ്മൾക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാൻ തോന്നുന്നത് അച്ഛനിൽ നിന്ന് വരുന്ന ഒരു എനർജി അത് കുട്ടികളിലേക്കുണ്ട്, ഇവിടെ ഡാൻസ് ചെയ്യുന്നതിലേക്കുണ്ട്, ഈ ചുറ്റും കാണുന്നവരിലേക്കുണ്ട്. അങ്ങനെ വളരെ പോസിറ്റീവ്. അങ്ങനെ അരണാട്ടുകര ഇടവക ജെൻസി ഇപ്പോൾ നടക്കുന്നത് അരണാട്ടുകര ഇടവകയുടെ കൂടെയാണ്. ഒരു സ്വരാജ് റൗണ്ട് എല്ലാം ആഘോഷമാക്കുന്ന തൃശ്ശൂർക്കാർ എല്ലാം വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലോകം, അതാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത പാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാം അങ്ങകലയിൽ നിന്ന് തന്നെ പാപ്പാമാരുടെ ഒരു നീണ്ട നിര വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തോന്നുന്നു സെൻറ് മേരീസ് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന ആ നീണ്ട നിര ഇപ്പോൾ ഇങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്ന് സ്വരാജ് റൗണ്ടിൻ്റെ ഏകദേശം ഒരു 250 മീറ്റർ കടന്നിട്ടുണ്ട്. ഇപ്പോൾ പുറകിൽ നിശ്ചല ദൃശ്യം നമുക്ക് കാണാനാകും. പുറകിൽ നല്ല സുന്ദരമായ ഒരു നിശ്ചല ദൃശ്യം വരുന്നുണ്ട്. എങ്ങനെയുണ്ട് സാറല്ലേ? നന്നായിട്ട് ഡാൻസ് ചെയ്യണം കേട്ടോ. നമുക്ക് അപ്പോൾ കൊച്ചുകുട്ടികളുടെ അത്തരത്തിൽ കൊച്ചുകുട്ടികളാണ്ടില്ല, കൊച്ചുകുട്ടികൾ മാലാഖമാരാക്കി കൊണ്ടുവന്നുണ്ട്. അച്ഛാ മാലാഖമാരെ സ്പെഷ്യലാണ്. ഓക്കെ, അവിടെ ആടുംപാതിരിയുടെ അടുത്ത് വരുമായിരുന്നു. അതെ അച്ഛൻ, നമുക്കൊന്ന് ഡാൻസ് ചെയ്താലോ? ഡാൻസ് ഞാൻ പഠിപ്പിക്കണല്ലോ, കളിക്കണില്ല. പഠിപ്പിക്കണ്ടേ? അതെ. അപ്പൊ എന്താ ചെറുതായിട്ട് നമുക്കൊന്ന് ഡാൻസ് അടുത്ത പാട്ടിലൊന്ന് പിടിച്ചാലോ? അവരുടെ അടുത്തൊക്കെ നമുക്കൊന്ന് പേരൊക്കെ ഒന്ന് ചോദിക്കാം. ഹലോ, സുജയ പാർവതി നേരത്തെ ചോദിച്ചിരുന്നു ഇവിടെ മാലാഖമാരൊന്നും ഇല്ലെന്ന്. ഇവിടെ ഇഷ്ടംപോലെ മാലാഖമാരൊക്കെ ഉണ്ട്. മാലാഖമാരുണ്ട്, മാതാവുണ്ട്, യൗസേ പിതാവുണ്ട്, ഉണ്ണീശുണ്ട്. അങ്ങനെ ഈ ഒരു സ്വരാജ് റൗണ്ട് ഇപ്പോൾ മൊത്തത്തിൽ പാപ്പാമാരും ഉണ്ണീശും. തീർച്ചയായും ബോണത്താലയുടെ ഒരു ആഘോഷ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.